നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 സംഖ്യകളാണ്. ഈ 2 സംഖ്യകളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതിലൊന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 22 എന്ന സംഖ്യയാണ്. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 63 എന്ന സംഖ്യയുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു, ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് 22 എന്നുള്ള സംഖ്യയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് 63 എന്ന സംഖ്യയുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ വളരെയധികം നിഷ്കളങ്കരായിട്ട് കാണാൻ കഴിയുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രമായ 22 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികൾ. പലപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം മറന്ന് ഈശ്വരനോട് അനുഗ്രഹത്തിന് വിധേയരാകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും പല ബുദ്ധിമുട്ടുകളുണ്ട്. പലരും നിങ്ങളെ പലതരത്തിൽ വേദനിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. പലരും നിങ്ങളുടെ ആശ്വാസദാനങ്ങളെ കാണാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വേദനകളെ കാണാതെ പലരും മാറി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെയുണ്ട്. എന്നിരുന്നാലും അവർക്കൊക്കെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, എല്ലാവരുടെ മുന്നിലും അപമാനിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട്. എല്ലാവരുടെ മുന്നിലും നിങ്ങളെ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ വേദനിപ്പിച്ച ഒരുപാട് സമയങ്ങളുണ്ട്. അപ്പോഴൊന്നും പ്രതികരിക്കാതെ ജീവിതത്തിൽ ആർക്കൊക്കെയോ വേണ്ടി പിടിച്ചു നിന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വലിയ തകർന്നൊരു പരാജയപ്പെട്ട കുടുംബജീവിതമായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നിനും ഒരു ദൃഢതയില്ല, പരസ്പര വിശ്വാസമില്ല, ബന്ധങ്ങൾക്ക് ഒരു അടിസ്ഥാന വിശ്വാസം നൽകാത്ത ഒരു ദാമ്പത്യ ജീവിതം നിങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പല തകർച്ചകൾക്കും അത് കാരണമാകുന്നു. പല വീഴ്ചകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് തിരുത്താൻ ശ്രമിക്കുമ്പോഴേക്കും അതിന് ഒട്ടും കഴിയില്ല എന്ന പ്രകാരം ജീവിതം മുന്നോട്ട് പോകുന്ന പല അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ പറ്റാത്തൊരു ജീവിതം പിടിച്ചു നിർത്തിയ വ്യക്തികളാകുന്നു നിങ്ങൾ. എന്നാൽ സർവേശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നു ഭവിച്ചപ്പോഴും ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകൾ വന്നു ഭവിച്ചപ്പോഴും നിങ്ങളെ കൈവിടാതെ സൂക്ഷിച്ച വ്യക്തികളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്രകാരം ഒരു നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിങ്ങൾ തകരാതെ പിടിച്ചു നിൽക്കുന്നത്. ഒരുപാട് നല്ല മനസ്സിനുടമകളാണ് നിങ്ങൾ. നിങ്ങളെ ആരൊക്കെ വിഷമിപ്പിച്ചാലും എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചാലും അതൊന്നും കണക്കാക്കാതെ എപ്പോഴും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. കുടുംബങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ അകറ്റി നിർത്തിയ സാഹചര്യങ്ങളുണ്ട്. പലരും വേദനിപ്പിച്ചവരുണ്ട്. പലരും കൈയൊഴിഞ്ഞു പോയ അവസ്ഥകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ വിട്ട് എറിഞ്ഞു പോയ അവസ്ഥകളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയ അവസ്ഥകളുണ്ടാകാം. അപ്പോഴൊന്നും കൈതാങ്ങുവാനോ നിങ്ങളുടെ മുഖങ്ങളിൽ ഒരു കൂട്ടാവാനോ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്കുണ്ടായ വിജയം ആസ്വദിക്കുവാനും അതുപോലെ തന്നെ ഇന്ന് നിങ്ങളിൽ ഉണ്ടാകുന്ന വളരെ നല്ല നിമിഷങ്ങൾ പങ്കിടുവാനും ഇന്ന് ഒരുപാട് പേർ നിങ്ങളോടൊപ്പം വരുന്നു. പക്ഷേ അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. കാരണം നിങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാകാത്ത വ്യക്തികളെ നിങ്ങളുടെ സന്തോഷങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിലും പങ്കാളികളാക്കാതിരിക്കുന്നതാണ് ഏറ്റവും മികച്ച കാര്യമെന്ന് പറയുന്നത്. ഒരിക്കലും അവരെ അവഗണിക്കുന്നതല്ല, പക്ഷേ അത്രത്തോളം മനസ്സിന് വേദനകൾ സമ്മാനിച്ച വ്യക്തികളാണ്. അപ്പോൾ അവരെ എന്തടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിക്കുക. അതൊരു തരത്തിൽ മണ്ടത്തരമായി പോകുന്ന പല അവസ്ഥകൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നത് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക. പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈശ്വരവിശ്വാസം എപ്പോഴും മുറുകെ പിടിക്കുക. ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ജീവിതങ്ങളെ ജീവിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി
നിങ്ങളുടെ കഷ്ടതകൾക്ക് എപ്പോൾ ഒരു അവസാനം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് എപ്പോഴൊരർത്ഥം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെ വക്കിലാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുവാനായിട്ട് കഴിയും. എന്ത് തരം പ്രതിസന്ധികൾ അനുഭവിച്ചാലും, എന്ത് തരം കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചാലും തീർച്ചയായിട്ടും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ സംഖ്യയായ 63 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ പരക്കം പായുന്ന വ്യക്തികളാണ്. അതായത് കടഭാരം ഒന്ന് തീർക്കുവാനും, മക്കളുടെ വിവാഹം നടക്കുവാനും, അല്ലെങ്കിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കൊക്കെ മറികടക്കുവാനായിട്ട് ജീവിതത്തിൽ വളരെയധികം ഞെരുക്കം കൂട്ടുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും നേരത്തെ ഒന്നാമത്തെ ചിത്രത്തിൽ പറഞ്ഞതുപോലെ ഒരു സഹായ വാക്ക് പറയാൻ ആരും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കളിയാക്കുവാനും പരിഹസിക്കുവാനും അല്ലാതെ ആരും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹായവുമായിട്ട് കടന്നു വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരുപാട് വേദനകൾ സമ്മാനിച്ച വ്യക്തികൾക്ക് നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാർഗത്തിലൂടെയും ഈശ്വര ശക്തി അറിയാൻ കഴിയും. അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങളാകട്ടെ, മാനസിക പ്രശ്നങ്ങളാകട്ടെ, അതുപോലെ തന്നെ വേദനിക്കുന്ന അനുഭവങ്ങളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഇവിടെ തൊടുകുറി ഫലത്തിലൂടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ വിജയമാണ്. ഈ രണ്ടാമത്തെ ചിത്രമായ നമുക്കെല്ലാവർക്കും അറിയാം 63 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിത വിജയമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എത്രയൊക്കെ മനമുരുകി നിങ്ങൾ കരഞ്ഞാലും, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് നന്മ വരരുത് എന്ന് പറഞ്ഞ് കരഞ്ഞാലും, ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അത്ഭുതകരമായ ഒരു വിജയം തന്നെയാകുന്നു. അതിന് പ്രകാരം നിങ്ങൾക്ക് ഓരോ ദിവസവും മുന്നേറുവാനായിട്ട് സഹായിക്കും. ഓരോ വെല്ലുവിളികളെയും മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടുവാനായിട്ട് സാധിക്കും. ഉറപ്പിച്ച് വിശ്വസിക്കുക, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കടന്നു വരും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. എന്നാൽ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, വരുന്ന ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും. നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ആ മനോഹരമായ വാർത്ത നിങ്ങൾക്ക് കേൾക്കുവാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാമാണോ വലുതെന്ന് കരുതുന്നത് അതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അപ്രകാരം ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലുകളാണ് ഈശ്വരൻ നിങ്ങൾക്കായി തുറന്നു നൽകുവാനായിട്ട് പോകുന്നത്. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അതിൻ പ്രകാരം വിശ്വാസത്തോടുകൂടി ജീവിക്കുക. ഓരോ നിമിഷവും നല്ലതാക്കുവാനും ഏറ്റവും മികച്ചതാക്കുവാനും ഈശ്വരൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.